Hi friends, daily update എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 13-ാം തീയതി വെള്ളിയാഴ്ച ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭക്ഷ്യ ഭദ്രത അലവൻസ് ഇന്നു മുതൽ വിതരണം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായ എല്ലാ സ്കൂൾ കുട്ടികൾക്കും സ്കൂൾ തുറക്കുന്നതുവരെ അലവൻസ് നൽകും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസങ്ങളിലെ അലവൻസ് ആണ് ഇപ്പോൾ നൽകുന്നത്. 8ാം ക്ലാസ് വരെയുള്ള 29,52,919 വിദ്യാർത്ഥികൾക്കാണ് അലവൻസ് ലഭിക്കുക. പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 2 കിലോ അരിയും 497 രൂപയുടെ ഭക്ഷ്യകിറ്റുമാണ് ലഭിക്കുക. LP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 6 കിലോ അരിയും 497 രൂപയുടെ ഭക്ഷ്യകിറ്റും ലഭിക്കുമ്പോൾ UP വിഭാഗം കുട്ടികൾക്ക് 10 കിലോ അരിയും 782 രൂപ 25 പൈസ വില വരുന്ന ഭക്ഷ്യകിറ്റുമാണ് ലഭിക്കുക. പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 500 ഗ്രാം ചെറുപയർ, 500 ഗ്രാം തൂരപ്പരിപ്പ്, 500 ഗ്രാം ഉഴുന്നുപരിപ്പ്, 1 കിലോ വറുത്ത റവ, 1 കിലോ റാഗിപ്പൊടി, 1 ലിറ്റർ വെളിച്ചെണ്ണ, 100 ഗ്രാം കടലമിഠായി എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UP വിഭാഗം കുട്ടികൾക്കുള്ള ഭക്ഷ്യക്കിറ്റിൽ 1 കിലോ ചെറുപയർ, 500 ഗ്രാം തൂരപ്പരിപ്പ്, 1 കിലോ ഉഴുന്നുപരിപ്പ്, 1 കിലോ വറുത്ത റവ, 1 കിലോ റാഗിപ്പൊടി, 2 ലിറ്റർ വെളിച്ചെണ്ണ, 100 ഗ്രാം കടലമിഠായി ഇത്രയും സാധനങ്ങളാണ് UP വിഭാഗം പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന കിറ്റിൽ ഉണ്ടാകുക. അതാത് സ്കൂളുകളിലെ PTA കമ്മിറ്റിയും ഉച്ചഭക്ഷണ കമ്മിറ്റിയും കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ച് സ്കൂളിൽ നിന്നും രക്ഷിതാക്കൾക്ക് കിറ്റ് വിതരണം ചെയ്യും. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപയുടെ ബോണസും ഉത്സവ ഭത്ത 2750 രൂപയും നൽകും. ഇതുകൂടാതെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 15000 രൂപ 5 തുല്യ ഗഡുക്കളായി തിരിച്ചടക്കേണ്ട വ്യവസ്ഥയിലും അനുവദിക്കും. ഇതുകൂടാതെ സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭത്ത 1000 രൂപ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ഭത്ത ലഭിക്കുന്നതായിരിക്കും. ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല. സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ വാരിക്കോരി സഹായങ്ങൾ നൽകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ കോവിഡ് കാലത്ത് എന്താണ് സർക്കാർ നൽകുന്നത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾക്ക് 1000 രൂപ നൽകുമെന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക സർക്കാർ ജീവനക്കാർക്കും ഈ ഒരു കോവിഡ് കാലത്ത് അവധിയോടെ ശമ്പളം വാങ്ങുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ പകുതി ദിവസം ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്ന ആളുകളായിരുന്നു. എന്നിട്ടും അവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ സർക്കാർ വീണ്ടും ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലും അനുവദിച്ചു. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു 1000 രൂപ നൽകുമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാരിന്റെ നടപടി വളരെ വേദനാജനകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റിൽ ക്യാമറ ഘടിപ്പിച്ച് റെക്കോർഡിംഗ് നടത്തുന്നതിന് എതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിക്ക് ഒരുങ്ങുകയാണ്. സെക്ഷൻ 53 പ്രകാരം പൊതുജനങ്ങൾക്കും വാഹനമോടിക്കുന്ന ആളുകൾക്കും അപകടമുണ്ടാകാവുന്ന പ്രവൃത്തിയാണ് ഇതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള യാത്രയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. റെക്കോർഡിംഗിലായിരിക്കും അവരുടെ കൂടുതൽ ശ്രദ്ധ. ഇത് അപകടകരമാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വീഡിയോ ചിത്രീകരിക്കുന്ന ഹെൽമറ്റ് ഉപയോഗിച്ചാൽ ലൈസൻസും RC ബുക്കും സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത്. ഇനി ഓണക്കിറ്റ് വിതരണത്തിന്റെയും റേഷൻ വിതരണത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ, ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കിറ്റ് വാങ്ങാവുന്നതാണ്. എങ്കിലും റേഷൻ കടകളിലേക്ക് കിറ്റ് സ്റ്റോക്ക് എത്താത്തത് മൂലം നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള കിറ്റ് വിതരണം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. നാളെ മുതൽ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കിറ്റ് റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതുമാണ്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.
ഇന്ന് സംസ്ഥാനത്ത് 21,445 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 20,723 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,45,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. WIPR പ്രകാരം 8-ന് മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ 634 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.73 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കുന്നതിന് പുറമെ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കൂടി നാളെ മുതൽ നിലവിൽ വരും. അതായത് ഒരു വീട്ടിൽ 10 അംഗങ്ങളുണ്ടെങ്കിൽ 5 പേർക്ക് കോവിഡായി ആ വീട് ഒരു മൈക്രോ ക്ലസ്റ്ററായി കണക്കാക്കും. 100 മീറ്റർ ചുറ്റളവിൽ ഉള്ള ആളുകൾക്ക് 5 പേർക്ക് രോഗം ഉണ്ട് എങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ആ സ്ഥലവും ഇതുപോലെ മൈക്രോ ക്ലസ്റ്ററായിരിക്കും. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇന്നു മുതൽ മാറ്റം വന്നു. IPR 8-ന് മുകളിലുള്ള പ്രദേശങ്ങളിലെല്ലാം കർശന ലോക്ക്ഡൗൺ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം കോവിഡ് കേസുകൾ കുറയാത്തതിൽ ആശങ്കയുണ്ട്. 8 ലക്ഷം ഡോസ് വാക്സിൻ എത്തിയതോടുകൂടി വാക്സിൻ യജ്ഞം ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ജനസംഖ്യാനുപാതക കോവിഡ് ബാധ 10% മുകളിലുള്ള പ്രദേശങ്ങളായിരുന്നു നേരത്തെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ 8% മുകളിൽ IPR ഉള്ള എല്ലാ വാർഡുകളും അടച്ചു. ഇന്നലെ വരെ കേരളത്തിൽ ആകെ 266 വാർഡുകളായിരുന്നു അടച്ചിരുന്നത് എങ്കിൽ ഇന്നു മുതൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ തൃശ്ശൂരിലും മലപ്പുറത്തും 3000-ന് മുകളിലാണ് രോഗികൾ. 3 ജില്ലകളിൽ 2000-ന് മുകളിലും 5 ജില്ലകളിൽ 1000-ന് മുകളിലുമാണ് രോഗബാധിതർ. രോഗവ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ വാക്സിനേഷൻ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ഇന്നലെ 8,86,960 ഡോസ് വാക്സിൻ കൂടി സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ 2,37,528 പേർക്ക് വാക്സിൻ നൽകി. ഇതോടെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ 45.5%. ഇന്നേക്ക് 10-ാം നാൾ പൊന്നോണമാണ്. മലയാളിയുടെ ഓണക്കാലം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ന് സൂര്യോദയം കഴിഞ്ഞ് അല്പനേരം ഉത്രം നക്ഷത്രമായിരുന്നു എങ്കിലും രാവിലെ 8:54 മുതൽ അത്തം ആരംഭിച്ചു. ഇത് നാളെ രാവിലെ 8 മണി വരെ നീണ്ടു നിൽക്കും. കർക്കിടകത്തിലാണ് ഇത്തവണ അത്തം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനിയും 5 നാൾ കഴിഞ്ഞ് ചിങ്ങം പിറക്കൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.